2026 ജൂലൈ 18-ന് എല്ലാവരും കാത്തിരുന്ന 10th പ്രിലിംസ് എക്സാം ആദ്യ പാർട്ട് രാവിലെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന പാർട്ട് ക്യാൻസലാക്കി. അതായത് എക്സാം നടന്നിട്ടില്ല. ഇതിനുണ്ടായൊരു സാഹചര്യം, ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിൽ രാവിലെ നടക്കേണ്ട എക്സാമിൽ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട പേപ്പറിൻ്റെ സെറ്റാണ് കൊടുത്തത്. അതായത് രാവിലത്തെ സെറ്റ് 66/26 ആണ്. എന്നാൽ അവർ കൊടുത്തത് ഉച്ചയ്ക്കത്തെ സെറ്റായ 67/26 ആണ്. അതിനാലാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരുന്ന എക്സാം പിന്നീടൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത്. ഉദ്യോഗാർത്ഥികളെ വളരെയധികം ആശങ്കയിലാക്കിയ ഒരു നടപടിയായിരുന്നു. കാരണം എക്സാം ഹാളിൽ കയറാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ഇന്ന് എക്സാം ഇല്ല, എക്സാം മാറ്റിവെച്ചു എന്ന് പറയുന്നത്. ഓൾറെഡി എക്സാം രാവിലെ എഴുതിയവർക്കും ഇതൊരു ആശങ്കയാണ്. ഇനി അവരുടെ എക്സാം ക്യാൻസലാക്കുമോ? നമുക്കറിയില്ല. ചിലപ്പോൾ ആദ്യ ഘട്ടവും ക്യാൻസലാക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം മാത്രം ഇനി ഒരു ദിവസത്തേക്ക് മാറ്റും. അതുപോലെ തന്നെ ചില ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡൗട്ടാണ്, ഈ എക്സാം ഓഗസ്റ്റ് 1 ബാക്കിയുള്ളവരുടെ കൂടെ നടക്കുമോ എന്ന്. അങ്ങനെ നടക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇനി വീണ്ടും ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ തന്നെ നമുക്ക് വേണ്ടത്ര സ്കൂളുകളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അതിനാൽ തന്നെ 1-ാം തീയതിത്തെ എക്സാം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിലാവാനാണ് ചാൻസ് ഇനി വരുന്ന ഒരു എക്സാം. രാവിലത്തെ എക്സാം പേപ്പർ നോക്കി ഉച്ചയ്ക്ക് ശേഷം എക്സാം എഴുതാൻ വേണ്ടി പോയവർക്ക് എക്സാം ക്യാൻസലായി എന്ന് കേട്ടപ്പോൾ സന്തോഷമാണ് ഉണ്ടായത്. കാരണം രാവിലത്തെ എക്സാം വളരെ ടഫായിരുന്നു. വളരെ ടഫായിരുന്നു എന്ന് പറയാൻ കാരണം, ഒരു സാധാ 10th പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പാറ്റേൺ, ഒരു ലെവലുണ്ട്. 2020 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 21 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 4-5 വർഷമായിട്ട് ഒരേ പാറ്റേൺ ആണ് എല്ലാ എക്സാം. ആ ഒരു ലെവൽ ഒന്ന് തന്നെയാണ്. 10th പ്രിലിംസിൻ്റെ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു 5 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ എത്രയോ തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതിനർത്ഥം PSC ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറികടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്കറിയില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണോ ടഫ്, അതല്ല PSC മൊത്തത്തിലൊന്ന് അപ്ഡേറ്റഡ് ആയി ഇനി മുതൽ ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് നൽകാമെന്ന് തീരുമാനിച്ചോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ PSC മാറി ഇനി മുതൽ ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കും എന്ന നിലയിലാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന ബെവ്കോ LDയുടെയും VFAയുടെയും ഒക്കെ മെയിൻസ് എക്സാം, ഡിഗ്രി മെയിൻസ് എല്ലാം എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്നുള്ളത് കാര്യം നമുക്ക് ഇപ്പോഴേ പ്രതീക്ഷിക്കാം. വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ്. ഈ ഒരു എക്സാം മാത്രം മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം വരാനുണ്ട് ഓഗസ്റ്റ് 1-ന്. ചിലപ്പോൾ ആ എക്സാം എളുപ്പമായിരിക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. സ്വതവേ 1-ാം ഘട്ടം വരുന്ന സമയത്ത് എല്ലാവർക്കും ടഫാണ് എക്സാം ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇനി വരാൻ പോകുന്ന ഘട്ടക്കാർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് എക്സാം ഒന്ന് അനലൈസ് ചെയ്യാം. ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസേഴ്സുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങളത് അറിയുന്നതായിരിക്കും നന്നാവുക. കാരണം ഇപ്പോഴുള്ളൊരു മെൻ്റൽ അവസ്ഥയിൽ നിങ്ങളൊരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ ആൻസർ നോക്കി പഠിക്കാനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ ഇന്ന് ഒരു റെസ്റ്റിംഗ് ഡേ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഡയറക്റ്റ്ലി കട്ട് ഓഫിലേക്കും എക്സാം അനാലിസിസിലേക്കും തന്നെയാണ് കടക്കുന്നത്. 10th ലെവൽ പ്രിലിംസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 10th ലെവൽ പ്രിലിംസിന് ആരും ഒരു കോച്ചിങ് സെൻറ്ററുകാർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്. എക്സ്പെഷ്യലി ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടോ വല്ലതോ അവർ സെറ്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പെട്ടെന്ന് 10th പ്രിലിംസ് വന്നപ്പോൾ അതിനങ്ങോട്ട് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ. നമുക്ക് എവിടെയാണ് സോഴ്സ് ഇതിൻ്റെ? SCERTയിലൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മളിത് എവിടെ നിന്ന് പഠിക്കണമെന്ന് കൂടി ഇനി അറിയേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ ഓപ്ഷൻ, നമ്മൾ പരിചയപ്പെട്ട പേരിനെ മാറ്റി വേറെ പേര് തന്നിരിക്കുന്നു. അതായത് ചില ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ആൻസർ അറിയാമായിരിക്കും, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓപ്ഷൻ ഇല്ല. കാരണം പേര് വേറെയാണ് കൊടുത്തിരിക്കുന്നത്. 2 പേര് 3 പേരുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കേട്ട് ശീലിക്കാത്ത പേരുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എക്സാം പൊതുവേ നല്ല ടഫായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ 10th പ്രിലിംസിൻ്റെ ലെവലിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളൊരു ഡിഗ്രി മെയിൻസോ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് പോലും ആണെങ്കിൽ ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമായിരുന്നു. പക്ഷേ 10th പ്രിലിംസിന് ഇത് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കാരണം ബെവ്കോ LDൻ്റെ പ്രിലിംസ് ഉണ്ടെങ്കിൽ പോലും LGSും ഉണ്ട്. LGS എന്ന് പറയുകയാണെങ്കിൽ PSCയുടെ ഏറ്റവും ലോവർ ലെവൽ ഓഫ് എക്സാമാണ് അവിടെ നടക്കേണ്ടത്. അവിടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്. ജോഗ്രഫി എനിക്ക് തോന്നുന്നു ഒരു 3 മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സേഫ് സ്കോർ ആവാനാണ് ചാൻസ്. അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമില്ല. 2ഓ 3ഓ. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടിൽ ഒരു 15 മാർക്കെങ്കിലും അത്യാവശ്യം പഠിച്ചു പോയ ഒരാൾക്ക് ലഭിക്കും.
ആ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടാണ് കുറച്ചെങ്കിലും മാർക്ക് കൂട്ടി ആൾക്കാരിലേക്ക് ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സയൻസും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എങ്കിലും നമുക്കറിയുന്നതാണ്. കാൽസ്യത്തെക്കുറിച്ചും അങ്ങനെ വിറ്റമിൻസിനെക്കുറിച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു പാറ്റേൺ ആയിരുന്നു. നമുക്കൊരു കട്ട് ഓഫ് പറയാ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് സാധിക്കില്ല. കാരണം ഇനിയും എക്സാംസ് നടക്കാനുണ്ട്. ആ എക്സാമിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ, ഇതേ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമോ അതോ വളരെ എളുപ്പമായിട്ടുള്ള സാധാ ലെവൽ ഓഫ് 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരിട്ട് പോയിട്ട് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് കണ്ടവർക്ക് പ്രത്യേകിച്ച് ഇതിൽ നിങ്ങൾക്ക് എ പാർട്ടാണോ ബി പാർട്ടാണോ സി പാർട്ടാണോ ഡി പാർട്ടാണോ എന്നുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ളവർക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആദ്യം തന്നെ ടഫ് ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് കണ്ടവർക്ക് ആ എക്സാമേ കുളമാവാനാണ് ചാൻസ്. ഈ ഒരു എക്സാം മാത്രം മുൻനിർത്തി നമുക്ക് കട്ട് ഓഫ് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു എക്സാം കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ PSC ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി വരുന്ന പാർട്ടിലേക്കും ഇനി വരുന്ന എക്സാം ഓഗസ്റ്റ് 1 തരാൻ പോകാമെന്ന് നമുക്കറിയില്ല. അതും കൂടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസറിന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാ എക്സാംസും കഴിഞ്ഞ ശേഷവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കട്ട് ഓഫ് എക്സാം അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കട്ട് ഓഫ് 50നും 55നും ഇടയിലാണ്. എനിക്കറിയാം അത് കുറച്ച് കൂടുതലാണ്, പക്ഷേ PSC ആണ്. കാരണം ഇനി വരുന്ന എക്സാംസ് എൻ്റെ ഒരു നിഗമനം വെച്ച് ഇത്ര ടഫ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർക്ക് നന്നായിട്ട് എളുപ്പമാവാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ ഈ 1ാം ഘട്ടം എഴുതിയവർക്ക് എത്രത്തോളം പോയാലും ഒരുപാട് മാർക്കൊന്നും കൂട്ടിക്കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 1ാം ഘട്ടക്കാർക്ക് സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റിൽ പറയുമ്പോൾ ഈ എക്സാം അവർക്ക് കുറച്ച് ടഫായിരുന്നു. അതായത് അവർക്ക് കട്ട് ഓഫിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു എക്സാം മാത്രം മുൻനിർത്തിയല്ല ഞാൻ 50 to 55 പറഞ്ഞത്. അപ്പം നിങ്ങളുടെ മാർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. ആ മാർക്കിലൂടെയാണ് നമുക്ക് ഏകദേശം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾ എക്സാമിനെ സമീപിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും മാർക്ക് കമൻറ്റ് ചെയ്യുക.